BSNL സഹകരണ സംഘം തട്ടിപ്പ് കേസ് തിരുവനന്തപുരം ആസ്ഥാനമായ BSNL എഞ്ചിനീയേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാനമായും BSNL ജീവനക്കാരും വിരമിച്ച ജീവനക്കാരും കുടുംബാംഗങ്ങളും നിക്ഷേപം നടത്തിയ ഒരു സഹകരണ സംഘമായിരുന്നു. പക്ഷേ ഈ തട്ടിപ്പ് കേസ് ഇവിടെ വളരെ വ്യാപകമായതാണ്. ഈ തട്ടിപ്പ് കേസ് ഇപ്പം ED അന്വേഷിക്കാൻ തുടങ്ങി എന്നതാണ് പുതിയൊരു വാർത്ത വരുന്നത്. കാര്യം ഈ കേസിനെ കുറിച്ച് വളരെ നാളുകളായിട്ട് അറിയാം. BSNLന്റെ തട്ടിപ്പ് കേസ് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പണം അവിടെ നിക്ഷേപിച്ചിട്ട് അവരുടെ പണമൊക്കെ പോയി അവർക്ക് തിരിച്ച് ചോദിക്കാൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് മക്കളുടെ കല്യാണത്തിനോ അതല്ലെങ്കിൽ ആശുപത്രി ചെലവിനോ ഒക്കെ പൈസ ചോദിക്കാൻ തിരിച്ചു ചെന്നപ്പോൾ പൈസയില്ല. അങ്ങനെ പണമില്ലാത്ത ഒരവസ്ഥ. തരാമെന്ന് പറഞ്ഞ് അവർ നീട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷേ പിന്നീട് അത് പിന്നെയും ആൾക്കാർ പോയി ചോദിക്കുമ്പോഴാണ് പിന്നെ അവർക്കത് മനസ്സിലാവുന്നത് ഇത് തട്ടിപ്പാണ് എന്ന് മനസ്സിലാവുന്നത്. അവരതെല്ലാം പൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. അപ്പം അവിടെ നിന്നാണ് ഈ കേസ് തുടങ്ങുന്നത്. അങ്ങനെയാണ് ആൾക്കാർക്കത് സംശയം വരുന്നത്. അങ്ങനെയാണ് ഈ കേസ് തുടങ്ങിയത്. പക്ഷേ ഇപ്പം ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാർത്ത വരുന്നത്, ഇത് കുറച്ച് നാളായി വന്ന ഒരു വാർത്തയാണ്. പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ED ഈ ഒരു കേസ് അന്വേഷിക്കാൻ തുടങ്ങി എന്നാണ് പുതിയൊരു വിവരം പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും ഒക്കെ വരാൻ തുടങ്ങിയത്. കാരണം ഇനി എന്താ സാധാരണ ഈ ഒരു സഹകരണ സംഘം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളൊക്കെ സഹകരണ സംഘത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ കാണുമല്ലോ. അപ്പം ആ സൊസൈറ്റിയിൽ പണം എങ്ങനെയാണ് നിക്ഷേപിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പണം നിക്ഷേപിച്ചാൽ സാധാരണ ബാങ്കിൽ കൊടുക്കുന്ന പലിശയെക്കാട്ടും കൂടുതൽ നിക്ഷേപകർക്ക് പലിശ കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴാണ് സാധാരണ ബാങ്കുകളിനെക്കാട്ടിലും ആൾക്കാർ ഈ സൊസൈറ്റിയിലോട്ട് അട്രാക്റ്റഡ് ആവാനുള്ള കാരണം ഇതാണ്. പലിശ കൂടുതൽ കൊടുക്കും. അപ്പം സാധാരണ 5%, 8% പലിശയുള്ള ബാങ്കിൽ ഇതിന് കൂടുതൽ 12%, 16% ഒക്കെ പലിശ കിട്ടുന്നെന്ന് കാണുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? നിക്ഷേപങ്ങൾ അവിടെ നിക്ഷേപിക്കാൻ തുടങ്ങും. അങ്ങനെ വന്നപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ സൊസൈറ്റിയും പ്രവർത്തിച്ചത്. പക്ഷേ ഇതിൽ ജനങ്ങൾക്കൊരു വിശ്വാസ്യത ഉണ്ടായിരുന്നു. കാര്യം BSNL അല്ലേ, BSNL അങ്ങനെ കളിപ്പിക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതും BSNL ജീവനക്കാരും എഞ്ചിനീയേഴ്സ് സൊസൈറ്റി എന്നൊക്കെയാണ് അതിൻ്റെ പേരും ഒക്കെ വന്നിരിക്കുന്നത്. വിരമിച്ച ആൾക്കാരും അങ്ങനെ അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെയായിരുന്നു ആദ്യം ഈ ഒരു നിക്ഷേപം തുടങ്ങിയത്. ഈ BSNL സഹകരണ സംഘം എന്ന് പറഞ്ഞിട്ട് ഒരു നിക്ഷേപം തുടങ്ങിയത്. പക്ഷെ പിന്നീട് അത് കുറെ കൂടെ സാധാരണക്കാരും അതിൽ പൈസ ഇടാമെന്ന് വരുന്നു. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും അതിനകത്ത് വരുന്നതോടുകൂടിയാണ് സാധാരണക്കാരും കൂടെ ഇതിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഇതെല്ലാവർക്കും ഒരു വിശ്വാസം, BSNL അല്ലേ ഇത് ജീവിതകാലം മുഴുവൻ ഇതൊരു നമ്മളിപ്പം വേറെ ഓരോ നിക്ഷേപ ഇതില്ല, ഇപ്പം LIC അങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യങ്ങളെ പോലെ തന്നെ നമുക്കൊരു വിശ്വാസം വരും ഇതിനകത്ത് BSNL അല്ലേ നിൽക്കും. പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ആൾക്കാരുടെ കയ്യിലുള്ള വളരെ ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും നല്ലൊരു പലിശ കിട്ടുമ്പോൾ ആൾക്കാർ അതിൽ വീണുപോകും. അങ്ങനെയാണ് പൈസ കൊണ്ടിടാൻ തുടങ്ങിയത്. പക്ഷേ ഈ സാധാരണ വരുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അംഗങ്ങൾ ഈ പൈസ നിക്ഷേപിക്കുമ്പം ആ അംഗങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കും. ആ പണം എന്ത് ചെയ്യുന്നു? മറ്റൊരാൾക്ക് വായ്പ കൊടുക്കും. പിന്നെയോ ഈ വായ്പയ്ക്ക് കിട്ടുന്ന പലിശയിൽ നിന്ന് നിക്ഷേപകർക്ക് പലിശ നൽകുന്നു. ഇങ്ങനെയാണ് സാധാരണ ഈ സഹകരണ സംഘം നടത്തിക്കൊണ്ടും. ഈ ഒരു ചക്രം തകരുമ്പോഴാണ് മൊത്തത്തിലെല്ലാം കൂടെ തകർന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു തിരിമറി നടത്തിയത് കൊണ്ടാണ് മൊത്തം വരുന്നവർക്ക് ഇപ്പം പൈസ ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ പറ്റാതെ വരുന്ന ഒരു സമയം വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടക്കം വരുന്നത്. അപ്പം ഇതും അങ്ങനെ തന്നെ തുടങ്ങിയത് തിരുവനന്തപുരം ആസ്ഥാനമായിരുന്നു BSNL എഞ്ചിനീയേഴ്സ് സൊസൈറ്റി. BSNL ജീവനക്കാരും വിരമിച്ച ജീവനക്കാരും കുടുംബാംഗങ്ങളും ഒക്കെയാണ് ഇവിടെയും നിക്ഷേപമൊക്കെ നടത്തിയത്. അപ്പം ഇതിനകത്ത് നിക്ഷേപ തട്ടിപ്പുകൾ, അപ്പോൾ ED അന്വേഷിക്കുന്നതിനകത്തെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇവരും പറഞ്ഞത് ഇതേപോലെ ഉയർന്ന പലിശ വാഗ്ദാനമാണ് ഇവരും ചെയ്തിരുന്നത്. അപ്പം ബാങ്കുകളേക്കാൾ ഉയർന്ന പലിശ ഇവർ വാഗ്ദാനം ചെയ്തപ്പോൾ പലരും ഇതിനകത്ത് വീണുപോയി. അത് കഴിഞ്ഞതിന് ശേഷം ഈ കിട്ടിയ ഫണ്ടിനെ എടുത്ത് അവർ ദുരുപയോഗം ചെയ്തു എന്നാണ് പറയുന്നത്. അത് എങ്ങനെ ദുരുപയോഗം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി EDയുടെ ഒരു അന്വേഷണം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്. കാര്യം ED പറയുന്നത് മറ്റ് അക്കൗണ്ടുകളിലേക്കോ സ്വത്തുക്കളിലേക്കോ അങ്ങനെ എങ്ങാനും സ്വത്തുക്കളാക്കി മാറ്റിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ ബന്ധുക്കളുടെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് ഇവർ പൈസ ഇട്ടിട്ടുണ്ടോ, അനധികൃതമായി സ്വത്തുകൾ വാങ്ങിയിട്ടുണ്ടോ, പിന്നെ ഒരു PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറഞ്ഞ പ്രകാരമുള്ള ഒരു സാമ്പത്തിക ഇടപാടുകളുണ്ട്. അതാണ് ഇപ്പം ED കറക്റ്റായിട്ട് അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇത് കാര്യം വായ്പാ ക്രമക്കേടുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു തകരാറ് വന്നു കഴിഞ്ഞാൽ അത് മൊത്തം എല്ലാവരെയും ബാധിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്തൊരു സംവിധാനം ഇതിനകത്ത് വന്നു. അതിലാരോ ഇതിനകത്ത് കള്ളക്കളി നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ED പറയുന്നത്.
അപ്പം നിക്ഷേപകർ പണം ആവശ്യപ്പെടുമ്പോൾ പണമില്ലാതെ വരുമ്പോൾ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്താണ് കറക്റ്റായിട്ടുള്ള കാര്യം എന്ന് ഇവർ പറയുന്നുമില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇതാകെ കൂടെ ഒരു കോൺഫ്ലിക്റ്റ് വരികയും ജനങ്ങളൊക്കെ ഈ ഒരു സൊസൈറ്റിയുടെ മുന്നിൽ പോയി പ്രതിഷേധം നടത്തുകയൊക്കെ ചെയ്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവരെ ഒന്നും കാണാനും ഇല്ലാതായിപ്പോയി. പക്ഷേ ഈ കൊണ്ടിട്ട പണമൊക്കെ ഒരുപാട് പേര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമൊക്കെ അതിനകത്തായി പോയിട്ടുമുണ്ട്. അങ്ങനെ ഇത് അപ്പോഴാണ് ഇത് തട്ടിപ്പാണെന്ന് അറിഞ്ഞതുമൊക്കെ. അപ്പോൾ ഇപ്പോൾ ED വന്നതോടുകൂടി, EDയുടെ അന്വേഷണം പുനരാരംഭിച്ചതോടുകൂടി തന്നെ ഈ ഒരു കേസ് എന്താണെങ്കിലും അതിനകത്തുള്ള പ്രതികളെ കണ്ടുപിടിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ നമുക്ക് അറിയാൻ പറ്റില്ല, ഇതിനകത്ത് ഈ അന്തിമ കുറ്റം കോടതി തെളിയുന്നവരെ നമ്മൾ പ്രതികൾ ഇന്നവരാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിയമപരമായി ആരോപിക്കപ്പെട്ടവർ മാത്രം, അല്ലെങ്കിൽ ആരോപണ വിധേയരായവരെന്ന് മാത്രമേ നമുക്കിപ്പം പ്രതികളെ പറയാൻ പറ്റുള്ളൂ. പ്രതികളാണെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഈ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മണി ലോണ്ടറിങ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പണം എവിടേക്കെങ്കിലും മാറ്റിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഇതേപോലെ ഈ പ്രതികൾ അനധികൃതമായിട്ടുള്ള സ്വത്തുക്കൾ വാങ്ങിയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി അവർ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ. പലരും അവിടെ നിന്ന് പണവും കൊണ്ട് വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി, ആ ഭാഗത്ത് അവരുടെ പേരിലൊന്നും സ്ഥലമില്ലായിരിക്കാം, പക്ഷേ വേറെ ഏതെങ്കിലും നാട്ടിൽ വേറെ ആരുടെയെങ്കിലും പേരിൽ സ്ഥലം അവർ വാങ്ങിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണം ഇപ്പം ED കടുപ്പിച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും ഈ ഒരു BSNL എഞ്ചിനീയേഴ്സ് സഹകരണ സംഘം, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി വലിയൊരു വിവാദങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. കാര്യം നമുക്ക് നമ്മൾ പലർക്കും അറിയാവുന്നവർ പോലും ഈ ഒരു BSNL ഈ സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. കാര്യം അവരൊക്കെ വലിയൊരു പ്രതിസന്ധിയിലാണ്. മക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടൊക്കെ അവർ ഈ പണം സ്വരുക്കൂട്ടി വെച്ച പണമാണ് അവർ കൊണ്ടുപോയി BSNL ഇട്ട് ഉയർന്ന പലിശ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടിട്ടതാണ്. പക്ഷേ ഇതിപ്പം ഒന്നുമില്ല, അതിൻ്റെ രേഖകളുമില്ല, ഒന്നുമില്ല. അപ്പം അതോടുകൂടി തന്നെ അവരെല്ലാം ആകെ പ്രതിസന്ധിയിലാണ്. പലരും ആരൊക്കെ ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇത് പോകുന്നത്. പക്ഷേ ED അന്വേഷണം വരുന്നത് എന്താണേലും നല്ലത് തന്നെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പറഞ്ഞാൽ ഇതിനകത്ത് പലരും അന്വേഷിച്ചു, പോലീസ് അന്വേഷിച്ചു, ബാക്കി ഒക്കെ പലതരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ വന്നെങ്കിലും ഇതുവരെ ഇതിനൊരു തുമ്പും കിട്ടിയിട്ടില്ല. കാര്യം ഇതിൻ്റെ രേഖകൾ മുഴുവൻ പോയി എന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഒരു തുമ്പും ഈ കേസിനെ കുറിച്ചിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി ED ഒന്നേന്ന് മുതൽ ഇത് എവിടെ തുടങ്ങി എന്ന് സ്റ്റാർട്ട് ചെയ്തു, അതിനകത്ത് എത്ര പണം ഇവർ നിക്ഷേപകരുടെ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് എത്ര പണമാണ് ഇവർ കൈമാറ്റം ചെയ്തത്, അല്ലെങ്കിൽ എത്ര പണമാണ് ഇവർ തട്ടിയെടുത്തത്, ഇതൊക്കെ ഇനി EDക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടും. പക്ഷേ അത് എത്ര നാൾ വരെ നീണ്ടു പോകും എന്നൊന്നും അറിയില്ല. പക്ഷേ എങ്കിൽ പോലും EDയുടെ അന്വേഷണമാവുമ്പം, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആവുമ്പം നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ നിന്ന് എങ്ങനെയെങ്കിലും. പക്ഷേ ഇതിപ്പോൾ കുറേ നാളായി ഇപ്പോൾ ഈ ഒരു കേസ് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഇതിനകത്ത് വേണ്ട മതിയായ രേഖകളൊക്കെ എനിക്ക് തോന്നുന്നു അത് മുഴുവൻ പോയി കാണുമായിരിക്കും. ഇനിയിപ്പോൾ ED അന്വേഷിക്കണമെങ്കിൽ ഇത് ആദ്യം മുതലേ ഇത് A to Z കാര്യങ്ങൾ ഇനി ED അന്വേഷിച്ചാലേ ഈ ഒരു കേസ് കണ്ടെത്താൻ പറ്റുള്ളൂ എന്നുള്ളതൊരു ഫാക്റ്റ് തന്നെയാണ്. എങ്കിലും EDയുടെ അന്വേഷണം വഴിത്തിരിവിൽ എന്ന് പറഞ്ഞൊരു പുതിയ വാർത്ത വന്നിരിക്കുന്നത് കുറേ പേർക്കെങ്കിലും ഒരു മനസ്സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന് വിചാരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.